അപ്പോൾ ഇന്ന് പൂജ കഴിപ്പല്ലേ. അപ്പോൾ ഉണ്ണിയുടെയും മീനൂസിൻ്റെ ബുക്കൊക്കെ അതേ സൗമ്യ പാക്ക് ചെയ്യണേട്ടാ പൂജയ്ക്ക് വെക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ മീനൂസ് ചെറുതായിട്ട് ഹെൽപ്പൊക്കെ ചെയ്യുന്നുണ്ട്. അങ്ങനെ അത് രണ്ടുപേരുടെയും ബുക്കൊക്കെ അടിപൊളിയായിട്ട് സൗമ്യത പാക്ക് ചെയ്ത് കഴിഞ്ഞിട്ടാ. അപ്പോൾ മീനൂസ് ബുക്കൊക്കെ എടുത്ത് നോക്കണുണ്ട്. അപ്പം ഇനി ഇത് അമ്പലത്തിലേക്ക് കൊണ്ടുപോയി വെക്കണം കേട്ടോ. എൻ്റെ ബുക്കാണ്. പിന്നെ മീനിൻ്റെ ബുക്ക് ഇതാണ്. ഇതാണ് മീനിൻ്റെ ബുക്ക്. അപ്പോൾ നമ്മൾ അമ്പലത്തിൽ ബുക്ക് വെച്ചിട്ട് വ്യാഴാഴ്ച ബുക്ക് എടുക്കും. ക്ലാസ് കിട്ടും. അപ്പോൾ നമ്മൾ ഉണ്ണിക്കുട്ടൻ്റെയും മീനൂസിൻ്റെ ഒക്കെ പുസ്തകങ്ങളൊക്കെ പാക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് ഇതാ അമ്പലത്തിൽ പൂജ കഴിപ്പിന് വയ്ക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ നമുക്ക് അമ്പലത്തിൽ പോയിട്ട് കാണാം. അപ്പോൾ അതേ ബുക്കിൻ്റെ മുകളിൽ സ്റ്റിക്കർ ഒട്ടിച്ചിട്ട് പേരും കൂടി എഴുതാനുള്ള പരിപാടി ബാക്കി ഉണ്ടായിട്ടാ. അപ്പോൾ ഞാൻ എൻ്റെ പേരൊക്കെ എഴുതി. ഉണ്ണിയുടെ ബുക്കിൽ ഉണ്ണി പേര് ഓൾറെഡി എഴുതിയിട്ടാ. അപ്പോൾ മീനൂസിൻ്റെ ബുക്കിലുള്ള പേരൊക്കെ ഹൃദയ എന്നൊക്കെ ഇങ്ങനെ എഴുതി കൊടുക്കണേട്ടാ. എന്നിട്ട് വേണോട്ടോ നമുക്ക് അമ്പലത്തിൽ കൊണ്ടുപോയി വെക്കാനായിട്ട്. ഒരുപാട് ബുക്കുകൾ ഉണ്ടാവുമല്ലോ. അപ്പോൾ നമുക്ക് പേരെഴുതി സ്റ്റിക്കറൊക്കെ ഒട്ടിച്ചിട്ട് വേണം കേട്ടോ വെക്കാനായിട്ട്. അപ്പോൾ അങ്ങനെ പേരെഴുതി പരിപാടിയും കൂടി ഞാൻ പൂർത്തിയാക്കണേണ്. അങ്ങനെ അമ്പലത്തിലെത്തിയപ്പോൾ നല്ല തിരക്കുണ്ട് കേട്ടോ. കൗണ്ടറിൽ ബുക്ക് പൂജയ്ക്ക് വെക്കാനുള്ള റെസിപ്റ്റ് എടുക്കാനുള്ള തിരക്കാണ് കേട്ടോ. അപ്പോൾ നദീശ്വരൻ ഇവിടെ വെയിറ്റ് ചെയ്ത് ബുക്കും കൊണ്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഏണ്ട ബുക്ക് വെക്കാനുള്ള ഒരു ഇതൊക്കെ സെറ്റ് ചെയ്തേക്കണത്. അപ്പോൾ ഇങ്ങനെ ഓരോരുത്തർ ആ ബുക്ക് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിൻ്റെ ഇടയിൽ പ്രസാദം കൊടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അത് ഓരോരുത്തർ കുട്ടികളെല്ലാം ബുക്ക് കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. അങ്ങനെ കുട്ടികൾ വെച്ച ബുക്കുകളാണിട്ട് ഇത്. കുറേ കുട്ടികൾ വെച്ചിട്ടുണ്ട്. കുറേ പേരൊക്കെ വീട്ടിൽ തന്നെ വെക്കോട്ടെ. അപ്പോൾ അത് നമ്മുടെ ചേട്ടൻ ബുക്കൊക്കെ വാങ്ങി വെക്കുന്നുണ്ട്. റെസിപ്റ്റ് എഴുതി അങ്ങനെ ബുക്കൊക്കെ അവിടെ കൊടുത്തത് സൗമ്യം പോണേണ്. അപ്പം ഇനി വ്യാഴാഴ്ചയാണ് കേട്ടോ ബുക്ക് എടുക്കുന്നത്. പൂജ എടുപ്പ് വ്യാഴാഴ്ചയാണല്ലോ. അപ്പോൾ വ്യാഴാഴ്ചയാണ് ബുക്ക് എടുക്കുന്നത്. അങ്ങനെ ബുക്കെല്ലാം വെച്ച് പിന്നെ ഞങ്ങളും അമ്പലത്തിൻ്റെ ഉള്ളിലൊക്കെ കയറി തൊഴുത് കഴിഞ്ഞത് ഇറങ്ങി നമ്മുടെ സ്ഥിരം സെൽഫി എടുക്കൽ തുടങ്ങിയിട്ട് അങ്ങനെ അതൊക്കെ എടുത്ത് കഴിഞ്ഞു. അപ്പം നമ്മുടെ എല്ലാ കുട്ടികൾക്കും പൂജ വയ്പ്പ് ആശംസകൾ കേട്ടോ. പിന്നെ ഇനി 2-3 ദിവസത്തേക്ക് സ്കൂളിലൊന്നും പോകണ്ടല്ലോ. അപ്പോൾ കുട്ടികളും ഹാപ്പിയാണല്ലോ. അപ്പം നമുക്കിനി പിന്നെ കാണാം കേട്ടോ. അപ്പോൾ ഓക്കെ. അപ്പോൾ എല്ലാവരും നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ.